എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കർക്കിടകം 1 രാമായണ മാസത്തിൻ്റെ ആരംഭ ദിവസമാണ്. അപ്പോൾ ഈ ഒരു മാസം എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പറയണത് ഒരു രാമായണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ, രാമായണത്തിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥ, അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയണത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്, ചാനൽ കാണുന്നതിനും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പറയാം, ആദ്യം തന്നെ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആപദാമഹർത്താരം ദാതാരാം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അപ്പോൾ രാമായണം കുറേ പേരൊക്കെ വീട്ടിൽ പാരായണം ചെയ്യും. നമ്മൾ കുറേ പേരൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ രാമായണം കേൾക്കും. അപ്പോൾ സാധാരണയായിട്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണമാണ് നമ്മൾ പാരായണം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ രാമായണം പലതരത്തിൽ ഉണ്ട്. വാൽമീകി രാമായണം, വ്യാസരാമായണം, കമ്പരാമായണം, തുളസീദാസ രാമായണം, ഹനുമത് രാമായണം, ആധ്യാത്മ രാമായണം, അദ്ഭുത രാമായണം, ആനന്ദരാമായണം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള രാമായണങ്ങളുണ്ട്. അപ്പോൾ ഓരോ രാമായണത്തിൻ്റെയും മാഹാത്മ്യം ഓരോ പ്രകാരത്തിലാണ്, ഓരോ തരത്തിലാണ് അവിടെ വർണ്ണനകൾ നടത്തിയിട്ടുള്ളത്, ഓരോ തരത്തിലുള്ള ഭാഷകളാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകത, അതിൻ്റേതായിട്ടുള്ള മാഹാത്മ്യങ്ങൾ ഓരോ രാമായണത്തിനുമുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ രാമായണം ശിഷ്യന്മാരൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ ഗുരുവിൻ്റെ അടുത്തുനിന്ന് കേട്ട് പഠിക്കുകയാണ് സാധാരണ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് ഈ അത്ഭുത കഥ, അതായത് ഈ രാമായണത്തിനെ ഒരു കാവ്യാക്കി മാറ്റണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് സരസ്വതി ദേവിയുടെ അടുത്ത് അനുഗ്രഹം തേടുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വാൽമീകി മഹർഷിയെ കൊണ്ട് ഈ രാമായണ കാവ്യം നിർമ്മിക്കാമെന്ന് അങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വാൽമീകി മഹർഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജൻ്റെ കൂടെ അവിടെ തമസ നദീ തീരത്തുള്ള ആശ്രമത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും അവിടുന്ന് സ്നാനത്തിന് വേണ്ടിയിട്ട് നദീതീരത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് എന്താ കാണുക, ഒരു വേടൻ 2 ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് കൊല്ലുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആ ഒരു ഇണപ്പക്ഷി, കൂടെയുള്ള ഇണപ്പക്ഷി അത് സഹിക്കാനാവാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ചിറകടിച്ച് ഇങ്ങനെ വിലപിക്കണത് ഈ വാൽമീകി മഹർഷി കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രയും തന്നെ കരുണയുള്ള ആളാണ്. അപ്പോൾ വാൽമീകി മഹർഷിക്ക് അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ ബ്രഹ്മാവിൻ്റെ ഒരു നിമിത്തം, അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു വാക് പ്രവാഹം അങ്ങനെ ഉണ്ടാവാണ്. അപ്പോൾ അങ്ങനെ ആ വാക് പ്രവാഹം ഉണ്ടാവണ സമയത്ത് അദ്ദേഹം ആദികാവ്യമായിട്ടുള്ള രാമായണം അങ്ങനെ അവിടെ നിർമ്മിക്കുകയാണ്. അപ്പോൾ വാൽമീകി രാമായണം രചിച്ചത് ശതകോടി ഗ്രന്ഥ വിസ്താരത്തിലാണ്. അത്രയും വലുതായിട്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിക്കുന്നത്. അപ്പോൾ ദേവന്മാർ എന്താ ചെയ്യുക വെച്ചാൽ വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ചിട്ട് രാമായണം ഇങ്ങനെ പാരായണം ചെയ്തിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും നാഗന്മാരും അങ്ങനെ എല്ലാവരും ഈ ഒരു അത്ഭുത ചരിത്രം കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആനന്ദിച്ചിരുന്നു, ആഹ്ലാദിച്ചിരുന്നു അവർ. കാരണം ഇതിങ്ങനെ ഭഗവാന്റെ ഇതിങ്ങനെ കേൾക്കല്ലേ സ്ഥിരമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ രാമായണം ഞങ്ങൾക്കും വേണം എന്നുള്ളൊരു വാശി, എല്ലാവരും ഇങ്ങനെ അതിന് വാശി പിടിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും രാമായണം വേണമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ പരമശിവൻ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ മഹാവിഷ്ണു, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. മഹാവിഷ്ണുവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും തന്നെ ഈ ലോകത്തിൽ ഇല്ല. അപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് വെച്ചാലും ഭഗവാൻ അത് പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ചെയ്തു കൊടുക്കും. അപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിനെ 33,33,00,000
33,333 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള 3 ഭാഗങ്ങളായിട്ടും ശേഷം വന്നതിനെ 10 അക്ഷരങ്ങളുള്ള 3 മന്ത്രങ്ങളായിട്ടും ഭാഗിച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ? ഒരു രാമായണത്തിനെ ദേവന്മാർക്ക് കൊടുക്കും, മറ്റൊന്നിനെ മുനിമാർക്ക് കൊടുക്കും, മൂന്നാമത്തതിനെ നാഗന്മാർക്ക് കൊടുക്കും. അപ്പോൾ ദേവന്മാർക്ക് കിട്ടിയ രാമായണം ദേവലോകത്തും മുനിമാർക്ക് കിട്ടിയ രാമായണം നമ്മുടെ ഭൂലോകത്തിലും നാഗന്മാർക്ക് കിട്ടിയ രാമായണം പാതാളത്തിലും അങ്ങനെ പ്രസിദ്ധമായി തീരും. അപ്പോൾ ഈ മന്ത്രങ്ങളായിട്ട് തിരിഞ്ഞതിൽ നിന്ന് 2 അക്ഷരം പരമശിവന് കൊടുക്കും, 3 എണ്ണം ലക്ഷ്മി ദേവിക്ക് കൊടുക്കും, 3 എണ്ണം ഗരുഡന് കൊടുക്കും, 3 എണ്ണം ആദിശേഷനും കൊടുക്കും. അപ്പോൾ ആദിശേഷന് കിട്ടിയ മന്ത്രം പാതാളത്തിലും, മഹാലക്ഷ്മിക്ക് കിട്ടിയ മന്ത്രം സ്വർഗത്തിലും, ഗരുഡന് കിട്ടിയ മന്ത്രം ഭൂമിയിലും പ്രചരിക്കും. അപ്പോൾ പരമശിവന് കിട്ടിയിട്ടുള്ള മന്ത്രം എന്തായിരുന്നു? അതായിരുന്നു രാമാന്ന് ഉള്ള 2 അക്ഷരം ഉള്ള താരകമന്ത്രം. അപ്പോൾ ഭൂമിയിൽ കിട്ടിയ ആ രാമായണത്തിനെ, നമുക്ക് ഭൂമിയിൽ ഒരു രാമായണം കിട്ടിയല്ലോ, അപ്പോൾ ആ രാമായണത്തിനെ പിന്നെയും വീണ്ടും എന്ത് ചെയ്യും? 4,76,19,047 ശ്ലോകങ്ങൾ അടങ്ങിയ 7 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് സപ്തദീപങ്ങൾക്കും വേറെ വേറെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള 4 ശ്ലോകങ്ങളെ ബ്രഹ്മാവിനും ദാനം ചെയ്യും. അപ്പോൾ ബ്രഹ്മാവിന് ലഭിച്ച ആ 4 ദിവ്യ ശ്ലോകങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നാരദൻ അദ്ദേഹത്തിൻ്റെ വീണയിൽ വായിച്ചിട്ട് അവയെ ഗ്രഹിച്ച് സംഗ്രഹിച്ചതാണ് വിഷ്ണു ഭാഗവതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ വേദവ്യാസ മഹർഷി ഈ വാൽമീകി രാമായണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് 17 പുരാണങ്ങളും മഹാഭാരതം എന്നുള്ള ആ ഒരു ഇതിഹാസം അദ്ദേഹം നിർമ്മിച്ചു. അപ്പോൾ വിഷ്ണു ഭാഗവതം അങ്ങനെ 18ാമത്തെ ഒരു പുരാണമായിട്ട് പരിണമിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നില്ല, പക്ഷേ ഭഗവാനായിട്ട് എൻ്റെ മുന്നിൽ എത്തിച്ചതാണിത്. അപ്പോൾ ഇത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ വീഡിയോ കാണുന്നതിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഭഗവാന്റെ നാമത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം, സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.